ഇന്നലെ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. പക്ഷെ അവിടെ ആഘോഷമല്ല നടന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. മറ്റൊന്നുമല്ല, പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന്. ഈ ഒരു മാറ്റം എങ്ങനെ നോക്കിക്കാണുന്നു? വലിയൊരു മാറ്റം തന്നെ. കഴിഞ്ഞ ദിവസം അല്ല, ഇന്ന് പിറ്റേ ദിവസം ഇന്ത്യ അതിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആസേതു ഹിമാചലം അങ്ങ് കാശ്മീരിലെ ലാൽ ചൗക്ക് മുതൽ തമിഴ്നാടിൻ്റെ ഇങ്ങേയറ്റം വരെ ഉള്ള ജില്ലാ ആസ്ഥാനങ്ങളിൽ പതാക ഉയർന്നു. യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. ഒരാളും മുദ്രാവാക്യം മുഴക്കിയില്ല. എന്ന് മാത്രമല്ല, 40കൾക്ക് ശേഷം ഒരിക്കലും കൊടി ഉയരാത്ത നക്സൽ ബാധിതമായ ഗോത്രവർഗ ജില്ലയായിട്ടുള്ള ബസ്തറിലെ ജില്ലാ ആസ്ഥാനത്ത് മാത്രമല്ല, അവിടുത്തെ ഓരോ ഗ്രാമങ്ങളിലും, നാരായൺപൂർ ഉൾപ്പെടെയുള്ള അപകടകരമായിട്ടുള്ള ഗ്രാമങ്ങളിലും ഗ്രാമ ആസ്ഥാനങ്ങളിൽ ഗോത്ര മൂപ്പന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ പതാക ഉയർത്തി. ആദ്യമായി അങ്ങനെ ആദ്യമായിട്ട് പതാക ഉയർന്നപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ എന്ന് പറഞ്ഞ ഈ അധിനിവേശം എന്ന് പറഞ്ഞ സംസ്കൃത ജഡില വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. ഇന്ത്യയുടെ ഭാഗമായ പാകിസ്ഥാൻ കൈവടക്കി വെച്ചിരിക്കുന്ന ആ പ്രദേശത്ത് പാകിസ്ഥാനെതിരെ ഇന്ത്യ വിഭജനത്തിനു ശേഷം നടക്കാത്ത തരത്തിലുള്ള അത്രയും ഭീകരമായിട്ടുള്ള ഒരു പ്രതിഷേധം നടന്നു. ആസാദി 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 എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രകടനം. കണ്ണീർ വാതകം ലാത്തി വീശി നോക്കി ആൾക്കാർ പിരിഞ്ഞു പോയില്ല. കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു, എന്നിട്ടും പിരിഞ്ഞു പോയില്ല. ഇനി എന്തെല്ലാമാണ് നടന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമല്ലല്ലോ. അവിടുന്ന് എല്ലാ സത്യങ്ങളും പുറത്തു വരിക അത്ഭുതപൂർവമായ മാറ്റമാണല്ലേ പാക്. വലിയൊരു പാരഡൈം ഷിഫ്റ്റാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പോയാൽ, ജമ്മു കാശ്മീർ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഇന്ത്യൻ പ്രദേശം ഇപ്പോൾ യൂണിയൻ ടെറിട്ടറിയാണ്. താമസിയാതെ അത് സംസ്ഥാനമായിട്ട് മാറിയേ പറ്റൂ. ആ ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ വളരെ സന്തുഷ്ടിയോടും സമാധാനത്തോടും ധനികരായും കഴിയുന്നു. അവരുടെ ആപ്പിൾ ഇന്ത്യയിലും നല്ല ലോകത്തെമ്പാടും ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ അവിടെ തൊഴിൽ സംരംഭങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ധാരാളമായിട്ട് ഏർപ്പെടുന്നു. അതുപോലെ ടൂറിസ്റ്റ് സീസണിൽ ധാരാളമായിട്ട് ആൾക്കാർ വരുന്നു. സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻസ്പൈറ്റ് ഓഫ് പഹൽഗാം ഇൻസിഡൻറ്റ് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം അവിടെ യാതൊരു തടസ്സവുമില്ലാതെ വാണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജനാധിപത്യമില്ല, പട്ടാളത്തിൻ്റെ അധിനിവേശത്തിനാണ്. പട്ടാളം ഭരിച്ചിട്ടും പ്രതിഷേധം ശക്തം. നമ്മളിവിടെ പോലെ ഒരു ആസാദി 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 എന്നും പറഞ്ഞ് നടത്തുന്ന ഒരു മുദ്രാവാക്യം വിളിയും പ്രകടനങ്ങളും ഒക്കെ കണ്ടു. അത് മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ജനാധിപത്യ അട്ടിമറിയാണ്. പട്ടാള അട്ടിമറി ഇവിടെ നടക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് പട്ടാളം ശക്തമാണ്. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം ആസാദി മുദ്രാവാക്യം വിളിച്ചത് കനയ്യകുമാറായിരുന്നു. അദ്ദേഹം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായി നടക്കുകയാണ്. ആ മാറ്റമാണ് രാഹുൽ ഗാന്ധിയിൽ നാം കാണുന്നത്. അദ്ദേഹം പല പാർട്ടികളിലും പോയി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി, അവിടെ ഇരുന്ന് മത്സരിച്ചു. ഇനിയിപ്പോ എങ്ങോട്ടാ പോവുക? BJP-യിലേക്ക് തന്നെ അവസാനം വന്ന് ചേരും. BJP എടുക്കുമോ? ഇത്രയും വലിയ രാജ്യത്തെ പല കഷ്ണങ്ങളായി മുറിക്കണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങോട്ട് പോയി വിളിക്കാൻ പോയിട്ടില്ല. പക്ഷേ BJP-യിൽ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ലേ? ആർക്ക് വേണമെങ്കിലും ഒരു മിസ് കാൾ അടിച്ചാൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണല്ലോ BJP. ഞാനതല്ല പറയുന്നത്. BJP അങ്ങോട്ട് വിളിക്കാൻ പോകില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിക്കഴിഞ്ഞാൽ BJP സ്വീകരിക്കും. BJP-ക്ക് അയത്തുമില്ലല്ലോ, തൊട്ടുകൂടായ്മയില്ലല്ലോ, ആ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരികയില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സ്വാഗതം കൊടുക്കും. അവസാനം പിന്നെ BJP മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന പച്ചയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അപാകങ്ങളായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പൗരത്വമില്ലാത്തവർക്ക് പോലും വോട്ട് വാങ്ങിച്ചുകൊണ്ട് അവർ ഈ നാട്ടിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചതിൻ്റെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. കൊക്കിന് കൊണ്ടില്ലേ ചക്കിന് വെച്ചത്, ആ പരുവത്തിലായില്ലേ കോൺഗ്രസ്. ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇത് ഗാന്ധി കുടുംബത്തിനെ, ഇപ്പോൾ വ്യാജ ഗാന്ധി കുടുംബം എന്ന് പറയാം, ആ കുടുംബത്തിനെ അവസാനം തിഹാർ ജയിലിലെത്തിക്കും. ആ ഒരു സ്ഥിതിയിലേക്കാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ നാടിനെ കൊണ്ടുപോകുന്നത്. ഇത് അയാൾക്കറിയാം. അതുകൊണ്ടാണ് പട്ടാള അട്ടിമറിയിലൂടെയോ ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയിലൂടെയോ അവിടെ ഒരു ഭരണമാറ്റം സൃഷ്ടിക്കാൻ നേരായ വഴിയിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ, ജനാധിപത്യത്തിലൂടെ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അട്ടിമറിക്ക് വേണ്ടിയിട്ടുള്ള കളം ഒരുക്കുകയാണ്. തൻ്റെ കുടുംബത്തെ തിഹാർ ജയിലിൽ പോകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കൂടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ്.
അല്ലെങ്കിൽ ജോർജ് സൊറോസിൽ നിന്ന് പണം വാങ്ങിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് വ്യക്തമായി സുപ്രീം കോടതി എന്ന് പറയുന്നത് പരമോന്നത നീതിപീഠം അദ്ദേഹം ഒരു ഭാരതീയനാണോ എന്ന സംശയം വരെ ഉന്നയിച്ചിരിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതി അദ്ദേഹം ഏതൊരു ജനാധിപത്യ ഇനിഷ്യേറ്റീവാണോ ബീഹാറിൽ നടക്കുന്നത്, SIR സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രജിസ്ട്രേഷൻ വോട്ടേഴ്സിനുള്ള വേണ്ടിയിട്ടുള്ളതാണ്, അത് നിർത്തലാക്കാൻ വേണ്ടി കൊടുത്ത ഹർജിയും കോടതി തള്ളിയിരിക്കുന്നു. അത് കൂടുതൽ അതിന് പ്രസിദ്ധീകരണം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ല കാര്യം തന്നെയാണ്, സുതാര്യമാക്കാൻ വേണ്ടിയുള്ള നടപടിയാണെന്ന് തന്നെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ എല്ലാം തനിക്കെതിരായിട്ട് നിയമവും ഭരണഘടനയും എല്ലാം എതിരായിട്ട് വരുമ്പോഴും ഭരണഘടനയുടെ ഒരു പുസ്തകം തലയ്ക്ക് മീതെ പിടിച്ചുകൊണ്ട് തലയ്ക്ക് വെളിവില്ലാതെ വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കൈയടിക്കാൻ കുറേ പേരുണ്ട്. ഈ കേരളത്തിലെ 2 പ്രമുഖ പത്രങ്ങളും ഉണ്ട്, AC വേണുഗോപാലും ഉണ്ട്. ഇത് പക്ഷേ ജനപരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കില്ല, അവരുടെ മനപരിവർത്തനം. അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് വരെ മാറ്റം വന്നു, എന്നിട്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മാറ്റം വരുന്നില്ല? ഒരിക്കലും മാറ്റം വരില്ലല്ലോ. കാരണം ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചുണർത്താം, പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്നവനെ ഒരിക്കലും. ട്രംപിന് ആവശ്യം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. അതെ, അതിനുവേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. ഇതുപോലെ തന്നെ പ്രധാനമന്ത്രി ആകുക എന്നതാണ്. അതിനാണ് അദ്ദേഹം പറയുന്നത് സിംഹാസനത്തിൽ ചോർ എന്ന് പറയുന്നത്. അങ്ങനെങ്കിലും പറഞ്ഞിട്ട് രണ്ടും ലഭിക്കുമോ? അതെ, സിംഹാസനം. നമ്മുടെ ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കുമോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ? അതാണ്. അല്ല, അങ്ങനെ ചിലപ്പോൾ സാധിക്കാൻ സാധ്യതയുണ്ട്. ട്രംപിനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ കേട്ടോ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നതിൻ്റെ നിങ്ങൾ വന്ന് ജനാധിപത്യം സ്ഥാപിക്കണം. ബ്രിട്ടനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ ചിലപ്പോൾ അവരുടെ 7ാം കപ്പൽപ്പടയൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ, ഇപ്പം ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസിനെ കൊണ്ട് ജനാധിപത്യം പുനഃസ്ഥാപിച്ചല്ലോ, നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെ. അതുപോലെ ചിലപ്പോൾ ട്രംപിങ് വരും. നൊബേൽ സമ്മാനം കിട്ടുവാണെങ്കിൽ തരമാക്കി ആണെങ്കിലേ മുഷിയില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ജനാധിപത്യം സ്ഥാപിക്കാൻ. ആ മോദിയോടെ പറഞ്ഞാൽ മതിയല്ലോ, മോദി ഒന്ന് മാറിയിരിക്കും, ഞാൻ കുറച്ച് നാൾ പോയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് ചക്രവർത്തി ഇന്ത്യ ഭരിച്ചതുപോലെ ട്രംപ് ഇനി ഇന്ത്യ കൂടി അങ്ങ് ഭരിക്കട്ടെ എന്നായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് ഓരം ചാറ്റി നിന്നാൽ പിന്നെ പുള്ളി വയസ്സായി ചത്ത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് അത്രയും പ്രായമായിട്ടില്ല, മധ്യവയസ്കൻ, അങ്ങോട്ട് കയറി ഇരിക്കാമെന്നാണോ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് അറിയത്തില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബീഹാറിലാണ് അതിൻ്റെ തിയേറ്റർ ഓഫ് പൊളിറ്റിക്സ്, ഇതിൻ്റെ ഈ പരീക്ഷണം അദ്ദേഹം ഈ നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയ ആ പരീക്ഷണത്തിൻ്റെ ആദ്യത്തെ തെളിവ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, അതിൻ്റെ ഫലം പുറത്തു വരാൻ പോകുന്നത് നമുക്കറിയാം. രാഹുൽ ഗാന്ധി എത്രമാത്രം അവിടെ തകർന്നു തരിപ്പണമാകും. ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് കണ്ടല്ലോ നമ്മളതിൻ്റെ ഫലങ്ങൾ. അതിലും ഭീകരമായിട്ട് അതിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടാവാൻ പോവുകയാണ്, നമുക്ക് കാണാം. പിന്നെ ഇനി ആരെയാണ് ഇനി കുറ്റപ്പെടുത്താനുള്ളത്? EVM-നെ കുറ്റപ്പെടുത്തി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തി, മൊത്തത്തിൽ സുപ്രീം കോടതിയെ കുറ്റപ്പെടുത്തി. ഇനിയുള്ളത് ജനങ്ങളെ ഇനി ചീത്ത വിളിക്കാൻ തുടങ്ങും. അതൊക്കെ ഈ കള്ളുകൂടിയന്മാരൊക്കെ ഈ പണക്കാർ താമസിക്കുന്ന വീടുകൾക്ക് മുമ്പിൽ കൂടി പോകുമ്പോൾ അവരെ തെറി പറഞ്ഞുകൊണ്ട് പോകുമല്ലോ, അവരുടെ മനസ്സിലുള്ളതിങ്ങ് പുറത്തു വരും എന്ന് പറയുന്ന പോലെ ജനങ്ങളെ തോൽപ്പിച്ച ജനങ്ങളെ, വോട്ടർമാരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അടുത്ത അന്തരാള ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ പാക് അധിനിവേശ കാശ്മീരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതറിയാലോ സാറിന്? ഓപ്പറേഷൻ മഹാദേവുമായി ബന്ധപ്പെട്ടും അവിടെ ഭീകരവാദികൾ അവിടെ എത്തിച്ചിരുന്നു. ഇന്ത്യൻ സൈനികർ കൊലപ്പെടുത്തിയ ഭീകരവാദികളെ അവിടെ നാട്ടിലെത്തിച്ചപ്പോൾ അവിടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ പാകിസ്ഥാനിലെ പാക് അധിനിവേശ കാശ്മീരിൽ വലിയ പ്രശ്നങ്ങളാണല്ലോ നടക്കുന്നത്. വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അതിൻ്റെ വീഡിയോ നമ്മൾ ABC-യിൽ ചെയ്തിരുന്നു, ABC-യിൽ കൊടുത്തിരുന്നതാണ്. അപ്പോൾ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു അവിടെ. വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമാണിപ്പോൾ അവർ ആസാദി എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇന്ത്യയല്ല, പണ്ട് അവർ ഇന്ത്യയാണ് വെല്ലുവിളിച്ചിരുന്നത്. ഇപ്പോൾ അവിടെയുള്ള പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് ചേരണമെന്നുള്ളതാണ് ആഗ്രഹം. അതാണ് എതിർപ്പ്. ആസാദി എന്ന് പറയുന്നത് അവർക്കിപ്പോൾ സ്വയം ഭരണം വേണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് മാറിയാലും വിരോധം അവർക്കില്ല. ഇന്ത്യയോടുള്ളതിനേക്കാൾ വിരോധം ഇപ്പോൾ പാകിസ്ഥാനോടാണ്, ചുരുക്കി പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.